പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചതിൽ ആരോപണ വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിൻ്റെ പിരിച്ചുവിടൽ റദ്ദാക്കിയത് അന്നത്തെ DGP എന്ന വിവരം. പിരിച്ചുവിടാനുള്ള തീരുമാനം ശമ്പള വർധന തടയലായി ഒതുക്കി മുൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് തീരുമാനമെടുത്തുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിരിച്ചുവിടാനുള്ള കമ്മീഷണറുടെ നോട്ടീസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു നടപടി. CI അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച കമ്മീഷണറുടെ കത്ത് കൂടി 24 ലഭിച്ചു. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ഷബീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഈ പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഷാഫി പറമ്പിൽ നടത്തിയ വാർത്താ സമ്മേളനം അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മാത്രമല്ല അതിൽ അദ്ദേഹം ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയപ്പെടുന്ന CI തന്നെ മനഃപൂർവ്വം മർദ്ദിക്കാൻ നടത്തിയ നീക്കങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ അഭിലാഷ് ഡേവിഡ് മുൻപ് ഈ പോലീസിൽ നിന്ന് ടെർമിനേഷൻ നോട്ടീസ് കൈപ്പറ്റിയ ആളാണ്. അതിന്റെ കാരണമടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ചയാവുകയും അതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവി തന്നെ അദ്ദേഹത്തെ തിരിച്ചെടുത്തു എന്നുള്ള തീരുമാനം വ്യക്തമാക്കുന്നതുമാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന വിവരം. ഇതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കത്ത് അത് 2023 ജനുവരി 21 തീയതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CH നാഗരാജു അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടുകൊണ്ടിറക്കിയ ഉത്തരവാണ്. ഉത്തരവിൽ പറയുന്നത് അദ്ദേഹം ശ്രീകാര്യം സ്റ്റേഷനിലെ CI ആയിരിക്കുന്ന സമയത്ത് ലൈംഗിക പീഡന കേസ് അത് കാശ് വാങ്ങി ആ കേസ് എടുക്കാതെ ആ പെൺകുട്ടിക്ക് നീതി കൊടുത്തില്ല, സ്ത്രീക്ക് നീതി കൊടുത്തില്ല. മാത്രമല്ല ഈ പരാതിയും തെളിവുകളും അടക്കമുണ്ടായിട്ടും കേസെടുത്തില്ല. പകരം മറ്റൊരു സ്റ്റേഷനിലേക്ക് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്തെന്നുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവ്. എന്നാൽ ആ ഉത്തരവിനെ മറികടന്ന് അഭിലാഷ് ഡേവിഡിന് രക്ഷകനായ അന്നത്തെ പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ പോലീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം 1.5 വർഷം കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ, സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇടപെട്ട് പിൻവലിച്ചു. അത് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് ഡേവിഡ് മറുപടി നൽകുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും സർവീസിൽ തിരിച്ചെടുത്തത്. ഈ പിരിച്ചുവിടാനുള്ള കമ്മീഷണറുടെ ഉത്തരവ് 2 വർഷത്തെ ശമ്പള വർധന തടയൽ എന്ന നടപടി മാത്രമായി ഒതുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് നൽകിയ മറുപടി തൃപ്തികരമെന്ന് വിലയിരുത്തി അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെയാണ് പോലീസിൽ ഈ അഭിലാഷ് ഡേവിഡിനെ തിരിച്ചെടുത്തത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു എന്നൊക്കെയുള്ള അഭിലാഷ് ഡേവിഡിന്റെ വാദം പൊളിയുകയാണ്. മാത്രവുമല്ല ഷാഫി പറമ്പിൽ ഇന്നലെ ആരോപിച്ചത് പോലീസിൽ ക്രിമിനലുകളെ വളർത്തുന്നു എന്നുള്ള ആരോപണമാണ്. അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.